പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. വേഗത്തിൽ നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വരാം. 77-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാമല്ലോ. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. 14-ാമത്തെ വാക്യം, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. വിശ്വസിക്കാമോ? സ്വന്തം ചെയ്താണ്. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. അത്ഭുതങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ചൊക്കെ കേട്ടുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. കുറച്ച് പെൻഡിങ് കാര്യങ്ങൾ കൂടെ അതിനകത്തുണ്ട്. ഇന്ന് രാത്രി നമ്മൾ തൊടുവാനായി പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. അവൻ സകലവും നന്നായി ചെയ്തു. ഒറ്റ വാക്യം എന്നുകൊണ്ട് കാര്യം പറയട്ടെ. ഇപ്പോഴെന്തെങ്കിലും അവതാളത്തിൽ കിടക്കുന്നെങ്കിൽ, ക്രമമില്ലാതെ കിടക്കുന്നെങ്കിൽ, ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാരംഭത്തിൽ തന്നെ ഈ വാക്യം ഒന്ന് വിശ്വസിച്ചു. വേറെ ഒന്നുമില്ല. അവൻ സകലവും നന്നായി ചെയ്തു. ആമേൻ. വിശ്വാസമുണ്ട്. സകലവും നന്നായി ചെയ്യുന്നതിന് എന്താണ് കർത്താവ് ചെയ്തതായിട്ടുണ്ട്. ചെകിടൻ അവന്റെ അടുത്ത് വന്നിട്ട് അവനെ അടുത്ത ഡോക്ടറെ പോയി കണ്ടോ എന്നല്ല കർത്താവ് പറഞ്ഞത്. ചെകിടരെ കേൾക്കുമാറാക്കി, സംസാരിക്കുമാറാക്കി, അത്യന്തം വിസ്മയിച്ചു. അവനെ അടുത്ത് വന്ന ഒരുത്തനെ പോലും അവൻ അനാഥനായി വിട്ടില്ല, സൗഖ്യമാക്കാതെ വിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ പദം എഴുതിയിട്ടാണ് സൗഖ്യങ്ങളെ കുറിച്ച് എഴുതിയത്. അവൻ സകലവും നന്നായി ചെയ്തു. നമ്മൾ ചെയ്യുന്നതിനൊക്കെ പരിമിതികളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. സകലവും നന്നായി ചെയ്യുന്ന ഒരു ദൈവം. അതുപോലെ ഈ ഭാഗവതം ചിന്തിച്ചപ്പോൾ നാം പറഞ്ഞായിരുന്നല്ലേ, എന്തിനാണ് അത്ഭുതങ്ങൾ? അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനാണ്. ദൈവത്തോട് അധികം നമ്മെ അടുത്ത് ചേർത്ത് നിർത്തുവാനാണ് അത്ഭുതങ്ങൾ. പഴയ നിയമത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാം തൊടാനാകും നമുക്ക് സമയമില്ലല്ലോ. നമുക്ക് ഒരത്ഭുതത്തെ മാത്രം ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 29 വാക്യം വായിച്ചു. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 29 വാക്യങ്ങൾ. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ, സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. ഇതൊരു ന്യായവിധിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഭാഗം പശ്ചാത്തലവും ചിന്തിച്ചറിയാം. ദൈവത്തിന്റെ ഒരു ന്യായവിധിയാണ് ഇവിടെ സംഭവിക്കുന്നെങ്കിലും അതൊരു അത്ഭുതമായ രീതിയിലാണ് സംഭവിക്കുന്നത്. ഇവിടെ മോശം പറയുന്ന ഒരു കാര്യമാണ്, ഇവർ എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെ മരിക്കുകയോ ഭവിക്കുകയോ ചെയ്യാതെ യഹോവനെ ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ദൈവപ്രവൃത്തി സംഭവിക്കണമെന്ന് മോശ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം, പശ്ചാത്തലം അറിയാം. ഓടിച്ചെന്ന് പറഞ്ഞു പോകാം. മോശയും അഹരോനും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൽ പ്രയോജനപ്പെടുകയും ചെയ്തപ്പോൾ ദൈവസഭയിൽ ചിലർക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനും ചിലർക്ക് അരോചകമായി തോന്നുകയും അവർ മോശയോട് സംസാരിക്കുന്ന ഭാഗമുണ്ട്. നീ ഞങ്ങൾക്ക് ന്യായാധിപനായത് എങ്ങനെയാ? നീ ഞങ്ങൾക്ക് അധിപനായത് എങ്ങനെയാ? യഹോവയുടെ സാന്നിധ്യം സഭയിൽ പൊതുവെ ഇറങ്ങുന്നു. എല്ലാവരും സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ നിറയുന്നു. എല്ലാവരും ഒരുപോലെ ആയിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് എങ്ങനെയാണ് അധിപതിയായത്? നീ പറയുന്നു ഞങ്ങൾക്ക് കനാൻ ദേശം നൽകുമെന്ന്, എന്നാൽ നിലങ്ങളെയോ തോട്ടങ്ങളെയോ മുന്തിരികളെയോ ഒന്നും ഞങ്ങൾക്ക് നൽകിയിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് മോശയ്ക്കും അഹരോനുമെതിരെ സഭയിലുള്ള ചില ആൾക്കാർ പിറുപിറുക്കാൻ തുടങ്ങി. ആരൊക്കെ നമുക്ക് അറിയാം അല്ലേ? കോരഹ്, ദാഥാൻ, അബീരാം എന്ന് പറയുന്ന 3 പേർ ഇവർക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവം അവരോട് പറഞ്ഞ ദൈവമാണ് മോശയോട് പറഞ്ഞൊരു കാര്യം, ഈ ജനത്തെ മുഴുവനായി ഞാൻ നശിപ്പിക്കാൻ പോവുക. നിന്നെ അഹരോനോട് മാറ്റി നിർത്തിയിട്ട് ഈ ഇസ്രായേലിനെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന മോശ പറഞ്ഞു, ഒരാൾ തെറ്റിയതുകൊണ്ട് സഭയെ മുഴുവൻ നീ നശിപ്പിക്കും.
നശിപ്പിക്കരുത്. മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞാണ്, എന്നിവരുടെ കൂടാരങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ദൈവത്തിന്റെ ഒരു ന്യായവിധി, ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധി വരാൻ പോകുന്നു. അവരുടെ കൂടാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അവരുടെ ദൈവം ഒരു ഹിന്റ് കൊടുത്തു, അല്ലേ? ഒരു അപകടം വരാൻ പോകുന്നു, ഒരു ന്യായവിധി വരാൻ പോകുന്നു, ഒരു ഹിന്റ് കൊടുത്തു. പക്ഷെ എങ്ങനെ മരിക്കുന്നതെന്നുള്ള ക്ലിയർ പിക്ചർ ദൈവം മോശയ്ക്ക് കൊടുത്തില്ല. പക്ഷെ ഒരു ഹിന്റ് കൊടുത്തു, അവരുടെ കൂടാരം നടത്തുന്ന സർവ്വജനം മാറിക്കണം എന്ന് മോശയോട് ദൈവം പറയുവാനേ. മോശയ്ക്ക് ദൈവത്തോടുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, മോശ നിശ്ചയമായും അറിഞ്ഞിട്ടുണ്ട് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്. ദൈവം ഒരു ഹിന്റ് കൊടുത്തപ്പോഴേ മോശ അറിഞ്ഞു, അല്ലേ? അതുകൊണ്ടാണ് മോശ ഈ പദം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സകല മനുഷ്യരും മരിക്കുന്നത് പോലെ മരിക്കുകയോ സകലത്തും ഭവിക്കുന്നത് പോലെ ഭവിക്കാതെ പ്രത്യേകമായ ഒന്ന് ദൈവം ചെയ്യണം. 30-32 വാക്യങ്ങൾ വായിക്കാൻ യഹോവ ഒരു അപൂർവ കാര്യം ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യം, ഒരു അപൂർവ കാര്യം യഹോവ ചെയ്യണം. അപൂർവ കാര്യം ചെയ്യുകയും വായിച്ചു. ഇന്ന് വരെ ഇസ്രായേലിന്റെ നടുവിൽ ഇങ്ങനെ ഒരു ശിക്ഷാവിധി ഉണ്ടായിട്ടില്ല. മോശ തന്റെ നാവെടുത്ത് പറയുകയാണ്, ഒരു അപൂർവ കാര്യം ദൈവമേ ചെയ്യണമേ. ഭൂമി വായുളർക്കണം, സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയാം. അവൻ ഈ വാക്കുകളെ പറഞ്ഞ് നാക്ക് അകത്തോട്ടിരുന്നതിന് മുമ്പ് അവരുടെ കീഴേ ഭൂമി വിളർന്നു. വായിച്ചാട്ടെ. എല്ലാവരെയും സർവസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്താൽ സംഭവിച്ച ഒരു ന്യായവിധിയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അപൂർവമായ ഒരു അത്ഭുതമാണ്, അല്ലേ? ഇതുവരെ ഇസ്രായേലിന്റെ ഇടയിൽ അങ്ങനെ ആരും മരിക്കുന്നില്ല. പക്ഷെ ഒരു അഭിഷക്തൻ തന്റെ നാവ് തുറന്നിട്ട് പറയുകയാണ് ദൈവത്തോട്. ദൈവം ഒരു ഹിന്റ് കൊടുത്തിരുന്നു, അല്ലെ? അവിടെ സ്ഥലത്തുനിന്ന് മാറിപ്പോക്കോ എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ഹിന്റ് കൊടുത്തപ്പോഴും മോശ പറയുകയാണ്, ദൈവം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു അപൂർവ കാര്യം അങ്ങയാൽ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം നടക്കണമെന്ന് ന്യായവിധിയോടുള്ള ശിക്ഷാവിധിയോടുള്ള ബന്ധത്തിലാണ് ആ പറച്ചിലെങ്കിലും മോശയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചോണം. ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിൽ അപൂർവമായ ഒരു കാര്യം ദൈവത്താൽ സംഭവിക്കണമെന്ന് മോശ തീരുമാനിച്ചു. മോശ അത് പ്രസ്താവിച്ചു. പക്ഷേ ഭൂമി പിളർന്നത് മോശയല്ല. പാതാളത്തെ ഓപ്പൺ ചെയ്ത് ആ കുടുംബത്തെ വിഴുങ്ങിയത് മോശയല്ല. സംസാരിച്ചത് മോശയാണ്. അപൂർവ കാര്യം ദൈവത്തോട് ചോദിച്ചത് മോശയാണ്. അപൂർവ കാര്യം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തോട് പറയുന്നത് മോശയാണ്. പക്ഷെ ചെയ്തത് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ സമയമില്ല, കണ്ണുകളെല്ലാം നിറച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കാതെ ഹല്ലേലൂയ എന്നും ചെയ്യുന്നത് പോലല്ല ദൈവം എന്റെ ജീവിതത്തിൽ അസാധാരണമായ ഒന്ന് ഇന്ന് രാത്രി ചെയ്യണമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉടകമന ഹദദ ദലക ചലദലഗദ ഹല്ലേലൂയ. റഗദലഗദ സലാദന. അടുത്ത വേദഭാഗത്തേക്ക് പദങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മുമ്പ് സമയമില്ല. ഒരു നിമിഷം കരങ്ങളെ അടിച്ച് ഊതും ഏറ്റെടുക്കാത്ത യേശുവിന്റെ നാമത്തിൽ നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിന്റെ പദങ്ങൾക്ക്
ഹല്ലേലൂയ ഒറ്റ വിശ്വത്തിന്റെ വിശ്വാസത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദൈവം